പുതിയതായി അയൽക്കൂട്ടം കൂടി ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. എൻഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് 4ാമത്തെ വട്ടമായി ഞാൻ ഈ പഞ്ചായത്തിൽ വന്നങ്ങാണ്ട് കയറി ഇറങ്ങണം. നമ്മളെ അയൽക്കൂട്ടത്തിൻ്റെ പാസ്ബുക്കിലുള്ള സമ്പാദ്യത്തിൽ നിന്ന് ആന്തരിക വായ്പ ഓരോ അംഗത്തിനും കൊടുക്കാതെ നമുക്ക് ലിങ്കേജ് വായ്പ കിട്ടൂല. അത് ഈ പൊട്ടത്തിയായ സെക്രട്ടറി അറിയാൻ 2.5 കൊല്ലം എടുത്തു. അപ്പോൾ അത് അറിഞ്ഞ ഉടനെ എന്തായാലും ഞാൻ മീറ്റിങ്ങൊക്കെ വിളിച്ച് വരുത്തിയങ്ങാണ്ട് ഇപ്പോൾ എടുക്കണവർക്ക് ലിങ്കേജ് വേണ്ടവർക്ക് ഞാൻ വായ്പ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരിച്ചടവ് ഇടപാടൊക്കെ നടന്നു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് ബസ് കയറി വന്ന എൻ്റെ തുണക്കാരത്തിൻ്റെ ഏട്ടത്തിനെയും കൂട്ടിയങ്ങാണ്ട് ഞാൻ നേരെ പോയത് ഇവിടുക്കാണ് കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ആ പാത്തുമാക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൾക്ക് പാൽസരം വേണം, മോതിരം വേണം, മാല വേണം, എല്ലാതും തിരയുന്നുണ്ട്. എന്തൊക്കെ സെലക്ഷനാണ് അവിടെ. എന്തിനാണ് കുറേ 916 ഹോൾമാർക്ക് മുദ്രയൊക്കെ ഉള്ള സ്വർണം ഒക്കെ മാറി നിൽക്കും. അത്രക്കും നല്ല സെലക്ഷനാണ്. എനിക്കൊന്നും വേണ്ട കേട്ടോ. പക്ഷെ ഞാൻ വെറുതെ ഒക്കെ നോക്കി ഇങ്ങനെ സംഭവം വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പോൾ കല്യാണമൊക്കെ അല്ലേ, അവർക്ക് അടിച്ച് പൊളിച്ച് പോവാനേ. എന്തായാലും നമ്മുടെ നാട്ടിൽ കരുവാരം കൊണ്ടുള്ള ഗാലക്സിയാണ് കേട്ടോ. എല്ലാവിധ സെലക്ഷനും ഉണ്ട്. നല്ല ഭംഗിയുള്ള ഓരോരോ വളയിലും മാലയിലും ഒക്കെ നല്ല മോഡൽ മാറി മാറി വന്ന മോഡലുകളാണ് കേട്ടോ. അപ്പോൾ അതിൽ എന്നും പോവാത്തൊരു ഉർവശിൻ്റെ മോഡൽ പാൽസരം എടുത്തിട്ടുണ്ട് അവൾ. ഒരു മാലയും കല്ല് വെച്ച മോതിരമാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ എളുപ്പം തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തുണക്കാരത്തി അവളെ ഏട്ടത്തി ഒക്കെ ഒന്ന് കല്യാണം തലേണതാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അപ്പുറത്ത് ഇപ്പോൾ ആരുമില്ല. മറ്റേത് അപ്പുറത്ത് കൂടി ഒന്ന് പോയി വർത്താനം പറയും, ഇപ്പുറത്ത് കൂടിയൊക്കെ ഒന്ന് പോയി വർത്താനം പറയും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്.